ഈശോയിലെ പ്രിയമുള്ളവരാ, നമ്മുടെ ഉള്ളിലാണ് ദൈവം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതുവരെ ഒരു ബോധ്യം കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മുടെ ഉള്ളിലാണ് ദൈവം. നമ്മൾ ആകാശത്തും അല്ലെങ്കിൽ സ്വർഗത്തിലും ഇരിക്കുന്ന ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനുപരിയായിട്ട് ഒരു യാത്രയുടെ ഒരു പകുതിയിലെങ്കിലും, സ്പിരിച്വൽ ജേർണിയുടെ ഒരു പകുതിയിലെങ്കിലും നിങ്ങൾക്ക് ഒരു ബോധ്യം കിട്ടും, നിങ്ങളുടെ ഉള്ളിലാണ് ദൈവം. ആ ഉള്ളിലുള്ള ദൈവത്തിനെ നിങ്ങൾ എങ്ങനെയാണ് മാനിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കപ്പെടുന്നത്, നിങ്ങൾ ചുറ്റുമുള്ള കാര്യങ്ങളിൽ മാറ്റം വരുന്നത്. പ്രപഞ്ചത്തിൽ നിന്ന് പോലും ആ മാറ്റം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ പ്രപഞ്ചം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. എപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ദൈവിക ചൈതന്യത്തിനെ നിങ്ങൾ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ ഉള്ളിലെ ദൈവം ഉണ്ടല്ലോ, ആ ദൈവത്തിനെ നിങ്ങൾ മാനിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ജീവിത മേഖലകൾ, ജോലി മേഖലകൾ, നിങ്ങൾ ആയിരിക്കുന്ന ഇടം, നിങ്ങളായിരിക്കുന്ന സാഹചര്യം, പിന്നെ പ്രപഞ്ചത്തിൽ നിന്ന് പോലും നിങ്ങൾക്ക് പോസിറ്റീവായ, നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് സാധിക്കും. സോ നമ്മൾ എപ്പോഴും ഫോക്കസ്ഡ് ആവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ ദൈവ സാന്നിധ്യത്തിന് ചേരാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ ചാലഞ്ച് നിറഞ്ഞ കാര്യമാണ്. ഇറ്റ്സ് നോട്ട് എ നോർമൽ തിങ്. അത് എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തും എല്ലാ തെറ്റായ കാര്യങ്ങളും ഈസി ആയിട്ട് അവൈലബിൾ ആകുന്ന കാലമാണിത്. അതിനേക്കാൾ ഉപരിയായിട്ട് പോസിറ്റീവായ കാര്യങ്ങളിൽ ആളുകൾക്ക് ഇൻട്രസ്റ്റ് കുറയുന്ന ഒരു കാര്യമാണിത്. ഇപ്പൊ ഇത്തരം വീഡിയോകൾ പോലും ആർക്കും കാണാൻ താല്പര്യമൊന്നും ഉണ്ടാവാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ എനിക്ക് പ്രപഞ്ചത്തിന്റെ വലിയൊരു രഹസ്യമൊക്കെ അറിയാമെങ്കിലും അതിൽ എന്റർടൈൻമെന്റ് പർപ്പസ് ഇല്ലെങ്കിൽ, അതിലൊരു ഫൺ ഇല്ലെങ്കിൽ, അതിലൊരു ഇതില്ലെങ്കിൽ, ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ആളുകൾക്ക് അട്രാക്റ്റഡ് ആവുന്നില്ല. അതായത് മൂല്യമുള്ള കാര്യങ്ങളിലേക്ക് ആളുകൾക്ക് വരാൻ താല്പര്യമില്ല. കാണാൻ ഭംഗിയുള്ള കാര്യങ്ങളാണ് ആളുകൾക്ക് വേണ്ടു. അപ്പൊ അത്രയൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ചൈതന്യത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ദൈവത്തിന്റെ ശക്തമായ പ്രസൻസ് ഉണ്ട്. അതിന് നിങ്ങൾ എന്തുമാത്രം മാനിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവത്തിന് നിങ്ങളിലൂടെയാണ് പ്രവർത്തിക്കേണ്ടത്. ദൈവം നേരിട്ട് വന്നിട്ട് ഒരു ഓർഫനേജ് തുടങ്ങല്ല, നേരിട്ട് വന്നിട്ട് ഒരു പാവങ്ങളെ സഹായിക്കല്ല, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ മറ്റൊരാൾക്ക് ജീവിതം കൊടുക്കുകയല്ല, മറിച്ച് നിങ്ങളിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുക. സോ നിങ്ങളിലൂടെ ദൈവിക ചൈതന്യത്തിന് ഒഴുകണം. അത് ലോകത്തിലേക്ക് ഒഴുകാനും നിങ്ങൾ ത്രൂ ലോകത്തിലേക്ക് പടരാനും ഒക്കെ നിങ്ങൾ പറയേണ്ട ഒരു എസ് ഉണ്ട്. അത് പറഞ്ഞു കഴിയുമ്പോൾ ഭക്തി എന്ന് പറയുന്നത് ഒരു സറണ്ടറിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ, എന്നാൽ എൻ്റെ ജീവിതം നീ എടുത്തോ, നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തു എന്നുള്ള ഒരു സറണ്ടറിങ്. വളരെ റയറായിട്ട് മാത്രമേ യഥാർത്ഥത്തിലുള്ള ഇത്തരം സറണ്ടറിങ്ങിലേക്ക് വിശ്വാസികൾ എത്തത്തുള്ളൂ. പക്ഷെ എത്തിയ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലൂടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വിട്ടുകൊടുക്കുക. നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണം എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം അതൊരു മനോഹരമായ പദ്ധതിയാക്കി മാറ്റുന്ന, മനോഹരമായ ഒരു സംഗതിയാക്കി മാറ്റുന്ന ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ പറ്റും. സോ എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ? സറണ്ടറിങ് ആണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവിക ചൈതന്യം നിങ്ങളിലൂടെ എന്ത് പ്രവർത്തിക്കാനാണ് ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങളിലൂടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് നിങ്ങൾ തന്നെ ഒരു ചരിത്രത്തിൽ, ഒരു ലോകത്ത് ഒരു വലിയ ഒരു ദൈവത്തിന്റെ ഒരു അടയാളമായിട്ട് മാറും. സോ അങ്ങനെ മാറാനുള്ള ഒരു വിളിയിലേക്ക്, ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അത്തരം ഒരു ആത്മീയ അനുഭവത്തിലേക്കും വളർച്ചയിലേക്കും എത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ആമേൻ.